നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ ജൂലൈ 19 കർക്കിടക മാസത്തിലെ 30 വെള്ളിയാഴ്ചയാണ് നാളെ. നമ്മുടെ ദാരിദ്ര്യം മാറുവാനും പണവരവുണ്ടാകുവാനും സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുവാനും നാളെ 30 വെള്ളിയാഴ്ച ദിവസം കുളിക്കുന്ന വെള്ളത്തിൽ 5 രൂപ നാണയം ഇങ്ങനെ ഇട്ടൊന്ന് കുളിച്ചു നോക്കൂ. തീർച്ചയായും അത്ഭുതങ്ങൾ നടക്കുന്നതാണ്. അതായത് കെട്ടുകെട്ടായി പണം നിങ്ങളെ തേടിയെത്തുന്നതാണ്. ധനവരവിനായി അല്ലെങ്കിൽ പണത്തെ ആകർഷിക്കുവാനായി എത്ര പരിഹാരങ്ങളോ വഴിപാടുകളോ ചെയ്യുന്നവരാണെങ്കിലും ഈ ഒരു താന്ത്രിക പരിഹാരവും ചെയ്യാവുന്നതാണ്. ഇനി ഈ താന്ത്രിക പരിഹാരം ചെയ്യുന്നതിലൂടെ ധനവരവ് ഉണ്ടാകുക മാത്രമല്ല, കൺദൃഷ്ടി പോലെ നമ്മളിലുള്ള നെഗറ്റീവ് എനർജികൾ ഉടനടി തന്നെ മാറിക്കിട്ടുന്നതുമാണ്. ഈ അതിശക്തിയാർന്ന താന്ത്രിക പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കർക്കിടക മാസം എന്നാൽ അത് ദക്ഷിണായന പുണ്യകാലത്തിന്റെ ആദ്യത്തെ മാസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു താന്ത്രിക പരിഹാരങ്ങളാണെങ്കിലും ശരി, അതിന് പല മടങ്ങ് അധികമായ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. അത്രയേറെ ശക്തിയാർന്ന പരിഹാരമാണിത്. ഇതിന് കാരണം ഭദ്രകാളി ദേവിയുടെ അതിശക്തിയാർന്ന തിരുനാമം ഈ താന്ത്രികത്തിലുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെയും ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ്. കൺദൃഷ്ടി എന്നത് നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. എന്നാൽ വളരെ ലളിതമായ പരിഹാരത്തിലൂടെ ഈ കൺദൃഷ്ടി നമുക്ക് മാറ്റുവാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് കൺദൃഷ്ടി ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് തിരിച്ചറിയുവാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ചിലരെ സംബന്ധിച്ച് തുടർച്ചയായി ശാരീരികമായി ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. ചിലർക്ക് അടിക്കടി പനി വരാറാണ് പതിവ്. ധാരാളം മെഡിക്കൽ ടെസ്റ്റുകൾ നടത്തിയാലും അതിൽ യാതൊരു കുഴപ്പവും ഉണ്ടാകില്ല. എന്നിരുന്നാലും ശരീരത്തിന് ഏതെങ്കിലും ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇനി മറ്റു ചിലരെ സംബന്ധിച്ച് അവർക്ക് അടിക്കടി കാല് ക്ഷതമുണ്ടാകാറാണ് പതിവ്. സാധാരണ രീതിയിൽ നടന്നു പോയാലും എവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ അല്ലെങ്കിൽ ഇടിക്കുകയോ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ കാല് സ്ലിപ്പ് ആവാറുമുണ്ട്. ഇങ്ങനെ 1-2 പ്രാവശ്യം ഉണ്ടായാൽ അത് കാര്യമായി എടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ തുടർച്ചയായി കാലിൽ എരിച്ചിൽ കൂടാതെ അടിക്കടി ക്ഷതം ഉണ്ടാകുകയാണെങ്കിലും ഇവയെല്ലാം തന്നെ കൺദൃഷ്ടി മൂലം ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ. ഇനി ചിലരെ സംബന്ധിച്ച് അവർ ഏത് കാര്യം ചെയ്താലും അല്ലെങ്കിൽ ഏതിനിറങ്ങിയാലും അതിലെല്ലാം പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇനി വളരെ ചെറിയ കാര്യമായിരിക്കാം അത്, എങ്കിലും അതിന് പലതരത്തിലുള്ള തടസ്സങ്ങൾ നേരിടുക പതിവാണ്. കൺദൃഷ്ടി പോലെയുള്ള ദോഷങ്ങളെ നമുക്കൊരിക്കലും തടഞ്ഞു നിർത്തുവാൻ സാധിക്കില്ല. ആരാണ് നമ്മളെ നോക്കി അസൂയപ്പെടുന്നത് അല്ലെങ്കിൽ കൺദൃഷ്ടി വെക്കുന്നതെന്ന് കണ്ടുപിടിക്കുവാൻ പ്രയാസമാണ്. ഇനി അത് നമുക്ക് മനസ്സിലായാൽ തന്നെ അത് മറ്റുള്ളവരോട് ചോദിക്കുവാനും നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും മാസത്തിൽ ഒരു തവണയെങ്കിലും കൺദൃഷ്ടി ഇല്ലാതാക്കാനുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. എന്നാൽ ഇത് പ്രധാനമായും ചില വിശേഷ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നതിലൂടെ അതിന്റെ ഫലങ്ങൾ പല മടങ്ങായി നമുക്ക് ലഭിക്കുന്നതാണ്. പൊതുവായി ദൃഷ്ടി ഒഴിയുവാൻ ചൊവ്വാഴ്ച, വ്യാഴം, ഞായറാഴ്ച പോലെയുള്ള ദിവസങ്ങളും കൂടാതെ അമാവാസ്യ തിഥിയും കൂടുതൽ വിശേഷപ്പെട്ടതാണ്. താന്ത്രിക വസ്തുക്കൾ ഉപയോഗിച്ച് ദൃഷ്ടി ഒഴിയുവാൻ ഈ ദിവസങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് വ്യത്യാസമുള്ള ഒരു രീതിയാണ്. കാളി ദേവിയുടെ മന്ത്രം ഉച്ചരിച്ച് കുളിക്കുന്ന രീതിയാണിത്. കർക്കിടക മാസത്തിലെ വെള്ളിയാഴ്ച ദിവസം ഇത് ചെയ്യുന്നതിലൂടെ വളരെ പെട്ടെന്ന് തന്നെ അതിന് ഫലം ലഭിക്കുന്നതുമാണ്. ഈ കർക്കിടക മാസത്തിലെ ഏതു വെള്ളിയാഴ്ച ദിവസവും ഈ പരിഹാരം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കർക്കിടക മാസത്തിലെ എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഈ പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു പരിഹാരം ചെയ്യുവാൻ യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ നിബന്ധനകളോ ഇല്ല. ഇനി സ്ത്രീകളെ സംബന്ധിച്ച് പീരീഡ്സ് ആയിരുന്നാൽ ഈ താന്ത്രിക കുളി കുളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതുമാണ്. ഇനി ഇത് ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നാൽ, നാളെ ഏത് സമയത്ത് നിങ്ങൾ കുളിച്ചാലും ഈ താന്ത്രിക കുളി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പൊതുവായി നാളെ കർക്കിടകത്തിലെ 30 വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അതിരാവിലെ കുളിക്കുന്നത് വിശേഷമാണ്. ഇനി ഈ വീഡിയോ നിങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ അതിനു മുൻപ് തന്നെ നിങ്ങൾ കുളിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ താന്ത്രിക കുളി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നാളെ ജൂലൈ 19 കർക്കിടക മാസത്തിലെ 30 വെള്ളിയാഴ്ച പുലർച്ചെ 4 മണി മുതൽ രാത്രിയിൽ 7 മണിക്കുള്ളിൽ ഏതൊരു സമയത്തും ഈ താന്ത്രിക കുളി നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ്. രാഹുകാലം, ഗുളിക നേരം, യമകണ്ഠകാലം ഇങ്ങനെ ഒന്നും തന്നെ നോക്കേണ്ട ആവശ്യവുമില്ല. ഇനി വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് ഇത് ചെയ്തു കൊടുക്കാവുന്നതാണ്. അതായത് മുതിർന്നവർക്ക് അല്ലെങ്കിൽ പേരൻസിന് മന്ത്രങ്ങൾ ഉച്ചരിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി മാതാപിതാക്കൾ മാത്രമല്ല, കുട്ടികൾക്ക് വേണ്ടി
വീട്ടിലുള്ള മുതിർന്നവർ ആര് വേണമെങ്കിലും അവർക്കായി ഈ മന്ത്രം ഉച്ചരിച്ച് ആ തീർത്ഥത്താൽ കുട്ടികളെ കുളിപ്പിക്കാവുന്നതാണ്. താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അത് ചെയ്യുവാൻ ചില വസ്തുക്കൾ ആവശ്യമാണ്. ഈ ഒരു പരിഹാരത്തിന് പ്രധാനമായും ആവശ്യമുള്ളത് ഒരേ ഒരു വസ്തു മാത്രമാണ്. അത് 5 രൂപ നാണയമാണ്. നാണയം എടുക്കുമ്പോൾ ഒരേ ഒരു 5 രൂപ നാണയം മാത്രം മതിയാകും. ഇനി നിങ്ങൾ വിദേശത്തുള്ളവരാണെങ്കിൽ 5 എന്ന നമ്പറിനെ സൂചിപ്പിക്കുന്ന ഏത് നാണയവും നിങ്ങൾക്കെടുക്കാവുന്നതാണ്. 5 എന്ന നമ്പറിന് ധാരാളം മഹത്വങ്ങളുണ്ട്. അതായത് പണം സംബന്ധമായ പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നത്, പണവരവിലുണ്ടാകുന്ന തടസ്സങ്ങൾ ഇല്ലാതാക്കുന്നത്, കടബാധ്യത തീർക്കുന്നത്, കൂടാതെ ഭാഗ്യത്തെ വിളിച്ചു വരുത്തുന്ന ഊർജം അല്ലെങ്കിൽ ശക്തിയും 5 എന്ന നമ്പറിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മെത്തേഡിന് നമ്മൾ 5 രൂപ നാണയം പ്രയോജനപ്പെടുത്തുന്നതും. ഇപ്പോൾ ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ ആ 4 പേരും ഒരേ ഒരു 5 രൂപ നാണയം തന്നെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. പ്രത്യേകമായി നാണയം ഉപയോഗിക്കണമെന്നില്ല. ആദ്യം തന്നെ നിങ്ങൾ കുളിക്കുന്നതിന് മുൻപായി കിഴക്ക് ദിശയിലേക്ക് നോക്കിയിരിക്കുക. കസേരയിലോ തറയിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. ഇനി തറയിൽ ഇരിക്കുന്നവർ വിരിപ്പ് വിരിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് ഇരിക്കാവുന്നതാണ്. ഇനി പ്രായമായവരോ അല്ലെങ്കിൽ തറയിൽ ഇരിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കസേരയിൽ ഇരിക്കാവുന്നതാണ്. എങ്ങനെ ഇരുന്നാലും കിഴക്ക് ദിശയിലേക്ക് നോക്കിയാണ് ഇരിക്കേണ്ടത്. കിഴക്ക് ദിശയിലേക്ക് നോക്കിയിരുന്നതിന് ശേഷം സ്ത്രീകളാണെങ്കിലും ശരി, അതല്ല പുരുഷന്മാരാണെങ്കിലും നിങ്ങളുടെ വലത് ഉള്ളം കൈയിൽ 5 രൂപ നാണയം വെച്ച് നല്ലതുപോലെ മുറുകെ പിടിക്കുക. അതിനുശേഷം നിങ്ങളുടെ കണ്ണുകളും പതുക്കെ അടയ്ക്കുക. ഭദ്രകാളിയുടെ അതിശക്തിയാർന്ന തിരുനാമമാണ് ചൊല്ലാൻ പോകുന്നത്. ഏറ്റവും കുറഞ്ഞത് 5 മിനിറ്റാണ് ഈ തിരുനാമം ചൊല്ലേണ്ടത്. ഇനി തിരക്കൊന്നുമില്ല, സമയമുള്ളവരാണ് നിങ്ങളെങ്കിൽ 10 മിനിറ്റ് വരെ ഈ തിരുനാമം ചൊല്ലാവുന്നതാണ്. ഇനി ചൊല്ലുമ്പോൾ ഭദ്രകാളിയുടെ ഈ തിരുനാമം നിങ്ങളുടെ മനസ്സിലോ അല്ലെങ്കിൽ ഉച്ചത്തിലോ ചൊല്ലാവുന്നതാണ്. ഇനി ഇത്ര തവണ ചൊല്ലണം, അതായത് കൗണ്ടിങ് പ്രധാനമല്ല. ഇനി ഒരുപാട് എണ്ണത്തിൽ ചൊല്ലാമെന്ന് കരുതി വേഗത്തിൽ ചൊല്ലാതെ സാവധാനത്തിൽ ശ്രദ്ധയോടുകൂടി വേണം ഈ തിരുനാമം ചൊല്ലുവാൻ. ഇനി ഈ തിരുനാമം ചൊല്ലുമ്പോൾ ഭദ്രകാളിയുടെ ആ ഒരു രൂപം മനസ്സിൽ സങ്കല്പിച്ച് പൂർണ്ണഭക്തിയോടുകൂടി വേണം ചൊല്ലുവാൻ. അതാണ് വളരെ പ്രധാനവും. ഇനി ചൊല്ലേണ്ട അതിശക്തിയാർന്ന ആ തിരുനാമം ഏതാണെന്ന് നോക്കാം. ഓം ക്രിം കാളികായേ നമഃ. ഓം ക്രിം കാളികായേ നമഃ. ഓം ക്രിം കാളികായേ നമഃ. വളരെ ലളിതമായ ഊർജം നിറഞ്ഞ കാളിദേവിയുടെ കവചമന്ത്രമാണിത്. ഈ നാമജപം ചെയ്തതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള 5 രൂപ നാണയം നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിലിടുക. ഇനി നിങ്ങൾ ഷവറിലാണ് കുളിക്കുന്നതെങ്കിലും ഈ ഒരു താന്ത്രികത്തിനായി ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം പിടിച്ച് അതിൽ ഈ 5 രൂപ നാണയം ഇട്ട് ഈ തീർത്ഥം കൊണ്ട് കുളിക്കേണ്ടതാണ്. ഇങ്ങനെ നാണയം വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇടുക. ആ നാണയത്തിലുള്ള മന്ത്രത്തിന്റെ അതിർവലകൾ ആ വെള്ളത്താൽ ആകർഷിക്കപ്പെടുന്നതാണ്. പിന്നീട് ആ വെള്ളം പുണ്യതീർത്ഥമായി മാറുന്നതാണ്. 5 മിനിറ്റിന് ശേഷം വെള്ളത്തിൽ നിന്നും ഈ 5 രൂപ നാണയം എടുത്തു മാറ്റിയതിനു ശേഷം ഈ വെള്ളത്താൽ നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ്. ഇനി ഈ ഒരേ നാണയം തന്നെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വീട്ടിലുള്ള ഓരോ അംഗവും പ്രത്യേകം നാണയം എടുത്ത് ഈ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇതിലെങ്ങനെയാണ് ചെയ്യേണ്ടതെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. വീട്ടിലുള്ള എല്ലാവരും കുളിച്ചതിന് ശേഷം ഈ നാണയം നിങ്ങൾക്ക് ചിലവാക്കാവുന്നതാണ്. കാരണം ആ മന്ത്രോച്ചാരണത്തിന്റെ ശക്തി അല്ലെങ്കിൽ ഊർജം ആ വെള്ളത്തിൽ ലയിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഊർജം നിറഞ്ഞ സ്നാനം നാളെ 30 വെള്ളിയാഴ്ച ദിവസം നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഉടനടി തന്നെ അതിന് ഫലവും ലഭിക്കുന്നതാണ്. എല്ലാവർക്കും ജഗദീശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.